നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജഗതി ശ്രീകുമാർ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. വരുന്നത് ചില യൂത്തന്മാരുടെ കൂടെയാണ്. പണ്ട് ഒരുപാട് നല്ല ചിത്രങ്ങൾ അഭിനയിച്ച പലരുടെ മക്കളെ കൂടെയാണ് ചിത്രത്തിലേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രോ പറയാൻ വേറൊരാളുടെ ആവശ്യമില്ല, അദ്ദേഹം തന്നെ മതി. അനിയാന്നിൽ എന്ന് പറഞ്ഞ് എയുടെ സഹായത്തിലാണ് അഭിനയം വരുന്നത്. എങ്കിലും അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ച് എത്തുന്നു എന്നുള്ളത് തന്നെ തിരിച്ചില്ല മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഭാഗ്യം. യൂട്യൂബിൽ ഇതിപ്പോൾ ട്രെൻഡിങ് ഒന്നായിരിക്കുകയാണ് ആ ഭാഗം. ഗോകുൽ സുരേഷ്, മാധവ് സുരേഷ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ് തുടങ്ങി എല്ലാ നടൻ ആക്ടർ ഗണേഷ് എല്ലാവരും ഈ ചിത്രത്തിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവരെയും, അതായത് ആ സോംബികളുടെ ലോകത്തെ പരിചയപ്പെടുത്തുന്നത് തന്നെ ഇദ്ദേഹമാണ്. ഏത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആയാലും അദ്ദേഹം ചിത്രത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു ചിത്രമായിട്ട് ഇത് പുറത്തേക്ക് വരട്ടെ. ഒരു അപകടം സംഭവിക്കുകയും അതിനുശേഷം അഭിനയ ലോകത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്തു അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളിൽ നിന്ന് നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ എല്ലാം കണ്ട നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അഭിനയത്തിനോട് അത്രയും ബഹുമാനവും പാഷനുമുള്ള വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിലോട്ട് വരണമെന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായാലും വരണം എന്നുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന് കാണണം എന്നുള്ള ആഗ്രഹം നമുക്കുമുണ്ട്. സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനല്ലോ. അങ്ങനെ അത്ഭുതം സൃഷ്ടിച്ചായാലും അദ്ദേഹം നല്ലൊരു ചിത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് വരട്ടെ. അങ്ങനെ എന്താണ് പറയുക, ഒരു മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗ്യാപ്പ് അതങ്ങ് മാറി പൂർണ്ണതയിലേക്ക് എത്തട്ടെ. ഈ യൂത്തന്മാരെല്ലാം ഇന്ന് നമ്മൾ ഈ വിളിക്കുന്ന യൂത്തന്മാരുടെയൊക്കെ അച്ഛൻ്റെ കൂടെ നിന്ന് അഭിനയിച്ച് അവരൊക്കെ മുമ്പിൽ സ്കോർ ചെയ്ത വലിയൊരു നടനും കൂടിയാണ്. അവരുടെയും ഭാഗ്യമാണ് ഇദ്ദേഹത്തിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത്രയൊരു എഫേർട്ട് എടുത്ത് ഇദ്ദേഹത്തിനെ കൊണ്ടുവരാൻ ശ്രമിച്ച ടീമിനും അഭിനന്ദനം.